ഇന്ത്യൻ യൂണിയനിലെ സവിശേഷ സംസ്ഥാനങ്ങളിലൊന്നായ കേരളം ഔദ്യോഗികമായി രൂപം കൊണ്ടത് 1956 നവംബർ 1-നാണ്. എന്നാൽ കേവലം ഒരു തീയതിയിൽ ഒതുങ്ങുന്നതല്ല ഈ പിറവി. നൂറ്റാണ്ടുകളോളം ചിതറിക്കിടന്ന ഒരു ജനതയുടെ ഭാഷാപരവും സാംസ്കാരികപരവുമായ ഐക്യത്തിനു വേണ്ടിയുള്ള ദീർഘനാളത്തെ പോരാട്ടത്തിൻ്റെയും സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെയും കഥയാണിത്. ഐക്യകേരളം എന്ന ആശയം ഒരു രാഷ്ട്രീയ മുദ്രാവാക്യത്തിൽ നിന്ന് എങ്ങനെ ഒരു യാഥാർത്ഥ്യമായി മാറി എന്നതിൻ്റെ വിശദമായ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം. ആധുനിക കേരളം രൂപം കൊള്ളുന്നതിന് മുൻപുള്ള അവസ്ഥ മനസ്സിലാക്കിയാൽ മാത്രമേ അതിൻ്റെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് ബോധ്യമാവുകയുള്ളൂ. BC 3-ാം നൂറ്റാണ്ടിൽ മൗര്യ ചക്രവർത്തിയായ അശോകൻ്റെ ശിലാശാസനങ്ങളിൽ കേരളപുത്ര എന്ന പേരിൽ രേഖപ്പെടുത്തപ്പെട്ട ചേര സാമ്രാജ്യത്തിൽ നിന്നാണ് കേരളത്തിൻ്റെ ആദ്യകാല ചരിത്രം തുടങ്ങുന്നത്. അറബിക്കടലിലൂടെയുള്ള അന്താരാഷ്ട്ര വ്യാപാരത്തിൻ്റെ കേന്ദ്രമായി ചേരന്മാർ ഈ നാടിനെ മാറ്റി. എന്നാൽ പിൽക്കാലത്ത് ഈ പ്രദേശം രാഷ്ട്രീയമായി ശിഥിലമായി. യൂറോപ്യൻ ശക്തികളുടെ ആഗമനത്തോടെ ഈ രാഷ്ട്രീയപരമായ ഭിന്നിപ്പ് കൂടുതൽ ദൃഢമാവുകയും ചെയ്തു. കേരളപ്പിറവിക്ക് മുൻപായി ഈ പ്രദേശം പ്രധാനമായും 4 വ്യത്യസ്ത ഭരണാധികാരികൾക്ക് കീഴിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. തിരുവിതാംകൂറും കൊച്ചിയും തെക്കും മധ്യഭാഗത്തുമായി നിലനിന്നിരുന്ന ഈ നാട്ടുരാജ്യങ്ങൾ 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ബ്രിട്ടീഷ് സംരക്ഷണ രാജ്യങ്ങളായി മാറി. ശക്തമായ ഭരണവും അതുപോലെ സാംസ്കാരിക മുന്നേറ്റവും ഇവിടെ നടന്നിരുന്നു. മലബാർ ജില്ല, വടക്കൻ കേരളത്തിലെ ഈ പ്രദേശം ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്ന മലബാർ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ നിയമവ്യവസ്ഥകളോടും നയങ്ങളോടും നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു. കാസർഗോഡ് താലൂക്ക്, ഈ പ്രദേശം മലബാർ ജില്ലയുടെ ഭാഗമായിരുന്നില്ല, മറിച്ച് മദ്രാസ് പ്രസിഡൻസിയിലെ തന്നെ തെക്കൻ കാനറ ജില്ലയുടെ ഭാഗമായിരുന്നു. ഈ ഭിന്നത കാരണം ഒരേ ഭാഷ സംസാരിക്കുന്ന ഒരു ജനതയ്ക്ക് അവരുടെ വിദ്യാഭ്യാസം, നിയമങ്ങൾ, ഭരണസമ്പ്രദായം, നികുതി തുടങ്ങിയ കാര്യങ്ങളിൽ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ലഭിച്ചിരുന്നത്. തിരുവിതാംകൂറിലെ ഒരാൾക്ക് ലഭിക്കുന്ന ഭരണപരമായ പരിഗണനയായിരുന്നില്ല മലബാറിലെ ഒരാൾക്ക് ലഭിച്ചിരുന്നത്. ഈ വൈരുദ്ധ്യം ഐക്യകേരളം എന്ന സ്വപ്നത്തിന് തീവ്രത പകരുകയും ചെയ്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി തന്നെ ഐക്യകേരള പ്രസ്ഥാനവും ശക്തിപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിൽ തന്നെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ പോലെയുള്ള പ്രമുഖർ ഒരു ഏകീകൃത മലയാളം സംസാരിക്കുന്ന സംസ്ഥാനത്തിന് വേണ്ടി വാദിച്ചു. എന്നാൽ ഈ ആശയത്തിന് ഏറ്റവും വലിയ ഊർജ്ജം ലഭിച്ചത് 1920-ലെ നാഗ്പൂർ സമ്മേളനത്തിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് എടുത്ത സുപ്രധാനമായ ഒരു തീരുമാനമാണ്. സംസ്ഥാന കമ്മിറ്റികൾ ഭാഷാ അടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കണം. ഇതിനെ തുടർന്നാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രൂപം കൊണ്ടതും ഐക്യകേരള പ്രസ്ഥാനം ഒരു രാഷ്ട്രീയ രൂപം പ്രാപിച്ചതും. സ്വാതന്ത്ര്യം അടുക്കുംതോറും ഈ ആവശ്യം കൂടുതൽ ശക്തമായി. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിലെ പ്രമുഖ നേതാക്കൾ ഒത്തുചേർന്ന് ഐക്യകേരള കൺവെൻഷനുകൾ നടത്തി. 1946-47 കാലഘട്ടങ്ങളിൽ ഈ പ്രസ്ഥാനം ഒരു ജനകീയ മുന്നേറ്റമായി മാറുകയായിരുന്നു. സ്വന്തമായി ഒരു സംസ്ഥാനം എന്ന ആവശ്യം കേവലം രാഷ്ട്രീയമായിരുന്നില്ല. ഇത് തങ്ങളുടെ ഭാഷ, സംസ്കാരം, തനതായ സ്വത്വം എന്നിവ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ജനതയുടെ ആഗ്രഹമായിരുന്നു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം കേരളത്തിലെ ഏകീകരണത്തിനായുള്ള നീക്കങ്ങൾ കൂടുതൽ വേഗത്തിലായി. ഇതിൻ്റെ ആദ്യപടിയായി 1949 ജൂലൈ 1-ന് തിരുവിതാംകൂറും കൊച്ചിയും ലയിച്ച് തിരുവിതാംകൂർ കൊച്ചി എന്ന പുതിയ സംസ്ഥാനം രൂപീകരിച്ചു. തിരുക്കൊച്ചി എന്ന് നമ്മൾ പറയും. ഇത് പൂർണ്ണ സംസ്ഥാന രൂപീകരണത്തിലേക്കുള്ള ആദ്യ പ്രധാന ചുവടുവെപ്പായിരുന്നു. തുടർന്ന് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാനായി ഭാരത സർക്കാർ 1953 മുതൽ 55 വരെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയോഗിച്ചു. മലബാർ മേഖല, തിരുവിതാംകൂർ, കൊച്ചി സംസ്ഥാനം, കാസർഗോഡ് താലൂക്ക് എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മലയാളം സംസാരിക്കുന്ന സംസ്ഥാനം രൂപീകരിക്കണമെന്നും കമ്മീഷൻ ശുപാർശ ചെയ്തു. അങ്ങനെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ശുപാർശകളെ തുടർന്ന് 1956-ലെ സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വരികയും അത് ആധുനിക കേരളത്തിൻ്റെ അതിരുകൾ നിർണ്ണയിക്കുകയും ചെയ്തു. ഈ നിയമപ്രകാരം അന്നത്തെ തിരുവിതാംകൂർ, കൊച്ചി സംസ്ഥാനത്തോട് മലബാർ ജില്ലയും കാസർഗോഡ് താലൂക്കും കൂട്ടിച്ചേർത്തു. അതേസമയം തമിഴ് സംസാരിക്കുന്ന ഭൂരിപക്ഷ പ്രദേശങ്ങൾ എന്ന നിലയിൽ തിരുവിതാംകൂർ, കൊച്ചി സംസ്ഥാനത്തിൻ്റെ തെക്കൻ താലൂക്കുകളായ തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് കൂടാതെ ചെങ്കോട്ട താലൂക്കിലെ ചില ഭാഗങ്ങളും അന്നത്തെ മദ്രാസ് സംസ്ഥാനത്തിന്, അതായത് ഇന്നത്തെ തമിഴ്നാടിന് വിട്ടുകൊടുത്തു. കൂടാതെ ലക്ഷദ്വീപ്, മിനിക്കോയ് ദ്വീപുകൾ എന്നിവയെ പുതിയ കേന്ദ്രഭരണ പ്രദേശങ്ങളായി വേർതിരിക്കുകയും ചെയ്തു. ഈ സുപ്രധാനമായ കൈമാറ്റങ്ങൾക്കും കൂട്ടിച്ചേർക്കലുകൾക്കും ശേഷമാണ് 1956 നവംബർ 1-ന് ഐക്യകേരളം എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ട് പുതിയ സംസ്ഥാനമായ കേരളം പിറവിയെടുത്തത്. സംസ്ഥാന രൂപീകരണം കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ല് മാത്രമായിരുന്നില്ല.
1957 നടന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ കേരളം ലോക ചരിത്രത്തിൽ തന്നെ ഇടം നേടുകയായിരുന്നു. EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നു. ലോകത്തിൽ തന്നെ ആദ്യമായി ബാലറ്റിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന ഖ്യാതി കേരളത്തിന് അതോടെ സ്വന്തമാവുകയും ചെയ്തു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനത ജനാധിപത്യ പ്രക്രിയയിലൂടെ ഒരു സമൂല പരിവർത്തനത്തിന് വഴിയൊരുക്കി എന്നതിൻ്റെ ഉദാഹരണമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. കേരളപ്പിറവി എന്നത് ഒരു ഭൂമിശാസ്ത്രപരമായ അതിർവരമ്പ് മാത്രമല്ല, മറിച്ച് മലയാളം സംസാരിക്കുന്ന ജനതയുടെ സാംസ്കാരിക ഏകീകരണത്തിൻ്റെ പ്രഖ്യാപനമാണ്. ഈ പ്രക്രിയ ചരിത്രപരവും രാഷ്ട്രീയപരവുമായ നിരവധി വെല്ലുവിളികളെ അതിജീവിച്ചു. ഇന്ന് നാം ആഘോഷിക്കുന്ന കേരളപ്പിറവി ദിനം വൈവിധ്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരൊറ്റ സ്വത്വത്തിലേക്ക് ലയിച്ച ഒരു ജനതയുടെ വിജയത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഈ ചരിത്രപരമായ ഐക്യം മറ്റ് ഭാഷാ സംസ്ഥാനങ്ങൾക്കും ദേശീയ ഏകീകരണത്തിനും ഒരു മാതൃക കൂടിയാണ്. ഒരുമിച്ച് നിന്നുകൊണ്ട് സ്വന്തം സ്വത്വത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കേരളത്തിൻ്റെ ദൃഢനിശ്ചയത്തിൻ്റെ പ്രതീകമായി ഈ ദിനം എന്നും നിലനിൽക്കും.